നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളും ഇനി ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. കൂടാതെ വളരെ കാലമായി മറ്റുള്ളവരിൽ നിന്നും മറച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥനയായി മുന്നോട്ട് വച്ചിരിക്കുന്നതുമായ ഒരു ആഗ്രഹം, അത് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതായത് ആഗ്രഹം നിവർത്തിക്കുമോ എന്നും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നതായ 2 വിശേഷപ്പെട്ടതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 101 എന്ന നമ്പറാണ്. രണ്ടാമത്തേതായ നമ്പർ 501 എന്ന നമ്പറുമാണ്. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഈ നമ്പർ തിരഞ്ഞെടുക്കരുത്. ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നമ്പർ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആ ആഗ്രഹം കൊണ്ടുവരണം. ആ ആഗ്രഹം കൊണ്ടുവരുന്നതായ അവസരത്തിൽ അത് ആ സമയം തീർച്ചയായും ഒരു വ്യക്തിയുടെ മുഖവും ഒപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ആ വ്യക്തി ആയിരിക്കും ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി. അതായത് ആ ആഗ്രഹം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സഹായം മൂലമായിരിക്കാം നിങ്ങൾക്ക് ആ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക, അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ശേഷം ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയോട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലുള്ള ആഗ്രഹം അത് നടന്നു കിട്ടണം എന്നും അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അകന്നു പോകണം എന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറക്കണം. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കൂ. ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം നിങ്ങളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന, കണ്ണുകൾ തുറന്നിരിക്കുന്നതായ സമയത്ത് ആദ്യം കണ്ടിരിക്കുന്നതോ മനസ്സ് വല്ലാതെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നതോ ആയ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ആവശ്യമാണ്. ആ കഠിനാധ്വാനം കൂടി ചെയ്യുവാനുള്ള മനസ്സോടെ തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കണം. ആ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ പൂർണ്ണ അനുഗ്രഹവും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമൻ്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ആദ്യത്തെ നമ്പറായ 101 തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊടുകുറി ഗണിതപ്രകാരമുള്ള ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. പല ആഗ്രഹങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരാഗ്രഹം, വളരെ കാലമായി ആഗ്രഹം നിറവേറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വളരെയധികം പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്.
കൂടാതെ അത് പ്രാർത്ഥനയായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ മുൻപിൽ അർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിനായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ മാർഗ തടസ്സങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. പ്രവേശിക്കാൻ പോലും പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരിൽ നിന്നും പല കാര്യങ്ങളും സ്വന്തമാക്കണം, അപഹരിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്നും ആ കാര്യങ്ങൾ തട്ടിയെടുക്കണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. അതവരുടെ വസ്തുക്കളാകാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അത്തരത്തിൽ നല്ല മനസ്സിന്റെ ഉടമകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും ഉണ്ടാകണം എന്നില്ല. അത് മാറി മറിഞ്ഞ് വന്ന് പോകുന്ന വ്യക്തികളാണ്. പലപ്പോഴും ജീവിതത്തിൽ ഇല്ലായ്മ അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ പണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ധനപരമായ കാര്യങ്ങളെക്കാൾ പലപ്പോഴും നിങ്ങൾ സമാധാനത്തിന് പ്രാധാന്യം നൽകുകയോ, സമാധാനം ഒന്ന് ലഭിക്കണം, മനസുഖം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നങ്ങൾ നൽകിയിട്ടും നിങ്ങൾക്ക് തീർച്ചയായും അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. മനസമാധാനത്തോടെ ഒന്നിരിക്കണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന, അതുപോലും ലക്ഷ്യമായി എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നതിൽ നിങ്ങൾക്ക് അസൂയയില്ല. അവരിൽ നിന്നും അവരുടെ സന്തോഷത്തിന് കാരണമായ ആ കാര്യങ്ങൾ അപഹരിച്ചു പോകണം എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥതയോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. എപ്പോഴും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അത്രമേൽ ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും അപ്രാപ്യമായ ആഗ്രഹമല്ല. ആര് തന്നെ അതേക്കുറിച്ച് അറിഞ്ഞാലും അതൊരു അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാത്ത വിധമുള്ള ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് മറ്റുള്ളവർ പോലും ചിന്തിക്കുന്ന അത്തരം ആഗ്രഹങ്ങൾ ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നങ്ങൾ നടത്തുന്ന വ്യക്തികളല്ല നിങ്ങൾ. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ബോധ്യമുള്ള ആഗ്രഹത്തിനായി പ്രയത്നങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. ക്ഷമാശീലം നിങ്ങളുടെ എടുത്തു പറയേണ്ടതായ ഒരു ഗുണം തന്നെയാണ്. മുതിർന്നവരെ ബഹുമാനിക്കുവാനും അവർ പറയുന്നതായ കാര്യങ്ങൾ അനുസരിക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തന്റെ വേണ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കും വിധം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് കൃത്യമായതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും നിങ്ങളിലേക്ക് അർഹതയില്ലാതെ നേടുവാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു കവചം, സംരക്ഷിത കവചം പോലുമുണ്ട് എന്ന് കാണുന്നു. മറ്റുള്ളവരെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ സംരക്ഷിച്ച് നിർത്തുവാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ജീവിതത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ പല കാര്യങ്ങളും സിദ്ധിച്ചിട്ടുള്ളവരാണ്.
അത് വിദ്യയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലുമാകാം, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം പകരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ട് എന്നതും ഈ ദുഃഖത്തിനിടയിൽ പറയുവാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഭാഗ്യം അത് പലപ്പോഴും നിങ്ങളെ വളരെയധികം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ തുലവും കുറവായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം നെഗറ്റീവായ ഏതെങ്കിലും ചിന്തകളുണ്ട് എങ്കിൽ അത് മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ അധ്വാനം കാണുവാനായി സാധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും നെഗറ്റീവായി പലരും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ പരിശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിലും, മനസ്സിൽ വച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ നടക്കുമോ എന്ന ചിന്ത, ഭയം പലപ്പോഴും നിങ്ങളെ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും അത്തരത്തിൽ കാര്യങ്ങൾ ഒഴിവാക്കി പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കും എന്നാണ് കാണുന്നത്. കഷ്ടപ്പാടുകൾ പലതും വന്നു ചേരുന്ന നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ കൂടുതൽ കൃത്യമാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മനസ്സിലെ ആ ചോദ്യചിഹ്നങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ചില തോന്നലുകളുണ്ട്. ആരോ നിങ്ങളെ പിൻവലിക്കുന്നതായ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്നതായ ഒരു ചിന്ത ഉണ്ട്. പിന്നെ ആകട്ടെ എന്ന് പോലും ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ പിന്നീടാകാം എന്നൊരു ചിന്ത പോലും ജീവിതത്തിലുണ്ട്. അത് കണ്ട് തീരുമാനങ്ങൾ മാറ്റുകയോ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിക്കും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അത്യാഗ്രഹം ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അതിനാൽ നേടിയെടുക്കണം എന്ന വാശിയോ വൈരാഗ്യമോ വെല്ലുവിളികളോ പലപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ അല്പം കൂടി വാശിയോടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ ആഗ്രഹം കുറച്ചു മുൻപ് തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചാനേ എന്ന് കാണുന്നു. എന്നാൽ ഭാഗ്യമോ നിർഭാഗ്യമോ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എനിക്ക് ഈ കാര്യം തീർച്ചയായും വേണം എന്ന നിർബന്ധപൂർവം നിങ്ങൾ മുന്നോട്ട് പലപ്പോഴും പോയിട്ടില്ല. മനസ്സിലെ ആഗ്രഹങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടേയുള്ളൂ. അതിനാൽ തീർച്ചയായും ഈ സമയം ആരെങ്കിലും നിങ്ങളോട് ഒരു വാഗ്ദാനം നൽകി ആ വാഗ്ദാനം പാലിക്കാതിരിക്കുകയാണ് എങ്കിൽ സാരമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ പോലുമാകാം നിങ്ങൾ. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും വാശി അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് തീർച്ചയായും പരിഗണന ലഭിക്കേണ്ടതാണ്. നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ്. തീർച്ചയായും സൗമ്യമായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ, ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത്, അതായത് 501 എന്ന നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞ് വരുന്നതാണ്. പലപ്പോഴും സുഖവും ദുഃഖവും എല്ലാം മാറിമറിഞ്ഞ് വരുന്നു. ഒരു വളരെയധികം സങ്കടങ്ങൾക്ക് ശേഷം വീണ്ടും സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിൽ പല കാര്യങ്ങളും വന്നു ചേരുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളുടെ പകുതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ.
ദുഃഖത്തിലേക്കും സുഖത്തിലേക്കും പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നടക്കുവാനുള്ള സാധ്യത പകുതിയാണ്. അതായത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, വളരെ പ്രധാനമായും ഉണ്ടാകേണ്ടത് ആത്മവിശ്വാസം തന്നെയാകുന്നു. നിങ്ങൾക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ അല്ലെങ്കിൽ പല രീതിയിലും ആ കാര്യങ്ങളുടെ സാധ്യത പകുതിയാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന അവസ്ഥയാണ് ഉള്ളത്. ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അതിനെ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടാതെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പരിക്കേറ്റിട്ടുണ്ട് എങ്കിലും അത്രമേൽ പരിക്കേൽക്കാതെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളതായ ചരിത്രം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം അറിവും നേടിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആഗ്രഹങ്ങൾ പലതും ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. വിശ്വാസ വർധനവ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വിശ്വാസം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കുകയോ നിങ്ങളോട് അടുപ്പം പുലർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് എങ്കിൽ ആ വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിക്കുകയും അവരോട് തീർച്ചയായും വളരെയധികം വിധേയത്വം കൂറ് പുലർത്തുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പരമാവധി പല സമയങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട് പിന്നീട് അകൽച്ചകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയാം. പലരും നിങ്ങളെ പല വിധത്തിലും ചതിച്ചിട്ടുണ്ട് എങ്കിലും പലരെയും നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം പലവിധ സഹായങ്ങളും അവർക്ക് പല വിധത്തിലുള്ള സംരക്ഷണങ്ങളും നൽകിയിരിക്കുന്നതായ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും റിസ്ക് എടുക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഭയപ്പെട്ടിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഭയമുണ്ടായിരുന്നതായ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കിപ്പോഴുമുണ്ട്. അതിനാൽ ഏത് കാര്യം വരികയാണ് എങ്കിലും അതിനെ നേരിടാം എന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പലപ്പോഴും അബദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ പലവിധ തെറ്റുകളിലേക്കോ വീണുപോയ ചരിത്രവും നിങ്ങൾക്ക് ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ അവ പിന്നീട് മനസ്സിലാക്കി അതിൽ നിന്നും തിരിച്ച് വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നതും എടുത്തു പറയേണ്ടതായ കാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഏവരെയും സ്നേഹിക്കുവാൻ സാധിക്കുന്ന അത്തരത്തിലൊരു മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾ ഒരു വ്യക്തിയെ എടുത്തു പറയുവാൻ സാധിക്കും. ആ വ്യക്തിയെ വളരെയധികം സഹായിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അവർ തിരിച്ചും പല വിധത്തിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില ആഗ്രഹങ്ങൾ അത് കയ്യെത്തും ദൂരത്താണോ അല്ലെങ്കിൽ നിങ്ങൾക്കത് എത്തിപ്പിടിക്കുവാൻ സാധിക്കുമോ എന്ന് പോലും സംശയമുള്ള ചില ആഗ്രഹങ്ങളാണോ മനസ്സിലുള്ളത് എന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത തുലോം കുറവാണ്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാലും ചില സമയങ്ങളിൽ അതിനുള്ള സാധ്യത കുറവാണ് എങ്കിലും പിന്നീട് ആ സാധ്യത വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ തീർച്ചയായും ചില സമയങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് പോലും സംശയമുള്ള രീതിയിൽ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം അർഹത ഉണ്ടായിരിക്കുന്നതായ ചില കാര്യങ്ങൾ, അത്തരം ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നത് വാസ്തവമാണ്. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹാനുഭവങ്ങൾ ലഭിക്കുവാനും ചില വ്യക്തികൾ നിങ്ങളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്തതായ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും അതിനായി വളരെയധികം സമയം
നഷ്ടപ്പെടുത്തുകയോ കളയുകയോ ചെയ്തിട്ടുള്ളതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുകൂടി ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുകയും അത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് തന്നെ കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കളാണ് എങ്കിലും അല്ലെങ്കിൽ മിത്രങ്ങളാണ് എങ്കിലും അവർ പോലും പകുതിയായാണ് കാണുവാനായി സാധിക്കുന്നത്. തുല്യമായുണ്ട് എന്നതാണ് വാസ്തവം. ശത്രുക്കളുമുണ്ട്, മിത്രങ്ങളുമുണ്ട്. ഇതിൽ ചിലരെ നിങ്ങൾ വളരെയധികം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അവർ നിങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന പല തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഒപ്പം നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങളെ സഹായിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ അല്പം കൂടി എഫേർട്ട് ഇടുകയാണ് എങ്കിൽ, ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളെ കൂടുതലായും മനസ്സിലാക്കി അവരുടെ സഹായത്തോടെ പല കാര്യങ്ങളും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനും ശത്രുക്കളായ വ്യക്തികളെ തീർച്ചയായും ഒഴിവാക്കുവാനോ അവരെ നിഷ്പ്രഭമാക്കുവാൻ സാധിക്കുന്നതായ പല പ്രവൃത്തികളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ശത്രുക്കൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിജയമായോ അല്ലെങ്കിൽ സന്തോഷമായോ അവർ സ്വീകരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം വളരെയധികം ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് അവരുടെ കഴിവുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പല പരാജയങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് അനിവാര്യമായതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരിക്കൽ കൂടി ഒരു ആത്മപരിശോധന നടത്തുകയും അതിൽ അർഹത ഉള്ളതായ കാര്യങ്ങൾ തീർച്ചയായും നിലനിർത്തി മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങളും ശത്രുക്കളെ പോലും തരണം ചെയ്ത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വന്തമാക്കുവാനും നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യാം. അവർക്ക് പോലും അസൂയ തോന്നും വിധം പല കാര്യങ്ങളും ഈ സമയം പ്രവർത്തിക്കുവാൻ സാധിക്കും. സ്നേഹവും കരുതലും പല വ്യക്തികൾക്കുമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അവരുടെ കരുതൽ നിങ്ങൾക്ക് പല വിധത്തിലും വിജയങ്ങൾ നേടുകയും ചെയ്യാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം കുറ്റബോധമുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ വിശ്വാസ്യത അത് നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ധൈര്യം പകർന്ന് മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ മനസ്സിലുള്ള അർഹതപ്പെട്ടതായ ആ കാര്യങ്ങൾ അത് നടക്കുവാനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും.